നമസ്കാരം. അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ വിവിധ സ്റ്റെപ്പുകളിലൂടെയുള്ള കൃത്യമായ മാർഗങ്ങളെപ്പറ്റി ഇതുവരെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ ചില വശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഡ്രീം ഫുൾഫില്ലിംഗ് എന്ന ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തിയറമാണ്. ഇന്ന് യൂട്യൂബിൽ ഈ വാക്ക് പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. തീരെ കൊച്ചു കുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്നവർ വരെയുള്ള എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന സർവ്വസാധാരണക്കാർ മുതൽ ടെക്നിക്കലി ഉന്നതമായ നിലയിൽ ജോലി ചെയ്യുന്നവർ വരെ എല്ലാ മേഖലയിലും ഉള്ളവർക്ക് പരിചിതമായ ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. പലരും ഇതിനെപ്പറ്റി ധരിച്ചിരിക്കുന്നത് പല രീതിയിലാണെന്ന് മാത്രം. പലരും ഇത് പ്രസന്റ് ചെയ്യുന്നതും പല രീതിയിലാണ്. എന്തും നേടാൻ ഉപകരിക്കുന്ന ഒരു പ്രയോഗ സമ്പ്രദായമായിട്ടാണ് പലപ്പോഴും ഇത് നിർവചിക്കപ്പെടുന്നത്. ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന മട്ടിൽ നാം കേൾക്കാറുണ്ട്. ആകർഷണ നിയമം എന്ന് പറയുന്നത് വാസ്തവം തന്നെയാണ്. അത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. മെൻ്റൽ ഇമേജ് ആണ് ഫിസിക്കലായി തീരുന്നത് എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആകർഷണ നിയമത്തിൻ്റെ കോർ. മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളാണ് യാഥാർത്ഥ്യമായി തീരുന്നത് എന്ന ഐഡിയയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതും പറയുന്നതും. പക്ഷെ അവിടെ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതാനും ദിവസം നമ്മളുടെ ഒരു ആഗ്രഹം മനസ്സിൽ ഒരാശയമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഉരുവിട്ടാൽ ഉടനെ അത് യാഥാർത്ഥ്യമാകുമോ എന്നാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ആദ്യമായി വിമാനം കണ്ടെത്തുന്നതിന് മുമ്പ് പറക്കൽ എന്നുള്ള ആഗ്രഹം അതൊരാശയമായി എത്ര കാലം കൊണ്ടു നടന്നു? ആകാശത്ത് പറക്കുന്ന പക്ഷികളെ നിരീക്ഷിച്ചു നിന്നത് എത്ര കാലമാണ്? എങ്ങനെയാണ് പക്ഷികൾ വായുവിൽ പൊങ്ങി നിൽക്കുന്നതും വായുവിനെ പിന്നിലേക്ക് തള്ളി മുമ്പോട്ട് പോകുന്നതും എന്നുള്ള ആശയം മനസ്സിലാക്കുന്നതിന് എത്രയോ അനേകം ദിവസങ്ങൾ പക്ഷികളെ തന്നെ നിരീക്ഷിച്ച് മനുഷ്യൻ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം പറക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹമായി മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയത് കൊണ്ട് യാഥാർത്ഥ്യമായതല്ല. അത് നിരന്തര പരിശ്രമത്തിലൂടെയാണ് വിമാനത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ, അതായത് ഈ കാലഘട്ടത്തിലെ വിമാനങ്ങളിൽ തുടക്കത്തിൽ വളരെ പരിമിതമായ രൂപത്തിലുള്ള ഒരു വിമാനമാണ് രൂപം കൊണ്ടത്. പിന്നീട് എത്രയോ കാലങ്ങൾ കൊണ്ട് പുരോഗതി പ്രാപിച്ച് ഇന്നത്തെ അത്യന്താധുനിക വലിയ വിമാനങ്ങളിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ അത് എത്രയോ വ്യക്തികളിലൂടെ എത്രയോ കാലങ്ങൾ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ അടിസ്ഥാനമാക്കി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തിരിച്ചറിയേണ്ട
പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വളരെ പ്രായോഗികം തന്നെയാണ് ഈ നിയമം. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ വർക്കൗട്ട് ആകുന്ന ഒരു കാര്യമല്ല. അവിടെ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സിലൂടെയാണ്. ബാഹ്യ മനസ്സിൽ ഒരു കാര്യം തുടരെ ചിന്തിച്ച് അത് ആവർത്തിച്ച് ഉരുവിട്ടത് കൊണ്ട് മാത്രം പൂർണ്ണതയുണ്ടാവുന്നില്ല. പകരം നമ്മൾ പുറമേ ചിന്തിക്കുകയും നിരന്തരം റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്ന ആശയം നമ്മളുടെ ഉപബോധ മനസ്സിൽ കയറണം. പറയുന്നത് വിശ്വാസത്തോടു കൂടിയായിരിക്കണം. സാധാരണ നമ്മൾ തമാശ രൂപത്തിൽ പറയുന്ന വിശ്വാസം അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം വളരെ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഒരു വ്യക്തി, വളരെ സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട ഒരു വ്യക്തി, വലിയ തുക കടം അനുഭവിക്കുന്ന ഒരു വ്യക്തി ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരു ബുക്ക് വായിക്കുകയോ ഒരു വീഡിയോ കേൾക്കുകയോ ചെയ്തു. ഇപ്പോൾ പല കാര്യങ്ങളിലും ഐ ആം ബിക്കമിങ് റിച്ച് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഓട്ടോ സജഷനുകൾ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. ആവർത്തിച്ച് ഉരുവിടുന്ന വാചകങ്ങളെയാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. അപ്പം സമ്പത്ത് കൈവരുന്നതിന് വേണ്ടി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന വാചകങ്ങളിൽ ഒന്നാണ് ഐ ആം ബിക്കമിങ് റിച്ച്, ഞാൻ ധനികനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരാൾ സ്വയം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് നിശ്ചയിച്ച് അന്ന് തൊട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു നിശ്ചിത സമയത്ത് കുറച്ച് നേരം, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ഐ ആം ബിക്കമിങ് റിച്ച് എന്നുള്ള വാചകമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു അഫർമേഷൻ പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ പല ബിസിനസ്സുകളും ചെയ്ത് വലിയ കടബാധ്യതയ്ക്ക് അനുഭവപ്പെട്ട് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ശരി, അത് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഒരു ദിവസം ഇദ്ദേഹം തുടങ്ങുകയാണ്. ഐ ആം ബിക്കമിങ് റിച്ച് എന്ന് ആവർത്തിക്കാൻ തുടങ്ങുന്നു. എത്ര ദിവസം പറഞ്ഞാൽ അനുഭവം ഉണ്ടാകും? ഇയാളുടെ മാനസികാവസ്ഥ അതിനോട് പൊരുത്തപ്പെടും. എത്ര ദിവസം ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്താൽ ഇയാൾക്ക് സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അത്ര എളുപ്പമല്ല. അത്ര എളുപ്പത്തിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുമില്ല. കാരണം ഐ ആം ബിക്കമിങ് റിച്ച് എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പറയുന്നതിൻ്റെ അകത്തുള്ള കൃത്രിമത്വം പറയുന്നയാളിനറിയാം. അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ഞാൻ ലക്ഷങ്ങളുടെ കടബാധ്യതയിൽ പെട്ടിരിക്കുകയാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുകയാണ്, ആകെ പ്രയാസത്തിലാണ്. തൻ്റെ കാര്യം വളരെ പരിതാപകരമാണെന്ന് ആ മനുഷ്യന് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു ബോധം, സാമ്പത്തികമായി ഞാൻ തകർന്നു നിൽക്കുകയാണല്ലോ എന്ന ബോധം ഇയാളുടെ മനസ്സിനുള്ളിൽ ഇരിക്കുകയാണ് ഐ ആം ബിക്കമിങ് റിച്ച് എന്നിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു തരം കൃത്രിമത്വമായി മാറുകയാണ്. ഇത് പറയുക മാത്രമേ ഉള്ളൂ. താൻ ധനികനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട്, ഉൾമനസ്സുകൊണ്ട് വിശ്വസിക്കാൻ ഇയാളിന് പറ്റില്ല. അതിൻ്റെ ഫലം ഈ അഫർമേഷൻ വെറുതെ ആയി പോകുന്നു, വ്യർത്ഥമായി പോകുന്നു, യൂസ്ലെസ് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറത്തിൽ ബാധകമാകേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, വാട്ട് ഈസ്
becoming continuously present in your mind will appear in your life. കൂടാതെ what is really absent in your mind will not appear in your life or experience. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് വിശദീകരിക്കാതെ ഒറ്റ വാചകങ്ങളിൽ പറയാവുന്നത് ഈ രണ്ട് കാര്യമേ ഉള്ളൂ. എന്താണോ നിങ്ങളുടെ ആഴത്തിൽ ഉള്ള ചിന്തകളിൽ തുടർച്ചയായി സാന്നിധ്യമുണ്ടാകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളിൽ പ്രകടമാകും. എന്താണോ നിങ്ങളുടെ ചിന്തകളിൽ ഒട്ടും തന്നെ സാന്നിധ്യമില്ലാത്തത് അത് നിങ്ങളുടെ അനുഭവങ്ങളിൽ ഒട്ടും ഉണ്ടായിരിക്കുകയില്ല. ഇപ്പം ധനബോധം, സമ്പത്തിനെ പറ്റിയുള്ള ബോധം നിങ്ങളുടെ ചിന്തകളിൽ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി തനിയെ ഉണ്ടാകും. സമ്പത്തിനെ പറ്റി നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടായില്ല. നിങ്ങളുടെ ആഴമേറിയ ചിന്തകളിൽ, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വെൽത്ത് കോൺഷ്യസ്നസ് അഥവാ സമ്പന്ന ബോധം നിരന്തരം ഉടലെടുത്തുകൊണ്ടേയിരിക്കണം. താൻ ഒരു സമ്പന്നനാണ്, അനുദിനം തനിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ള അതിദൃഢമായ ഒരു തോന്നൽ ഉപബോധ മനസ്സിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാലം എന്നാണോ അന്ന് മുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അതിനു പകരം സാമ്പത്തിക പുരോഗതിയെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും താൻ വലിയ ബുദ്ധിമുട്ടിലാണല്ലോ, ദാരിദ്ര്യമാണല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ദാരിദ്ര്യമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോന്നൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ട് വരും. ഒരാളുടെ മനസ്സിൽ ദാരിദ്ര്യത്തെ പറ്റിയും മറ്റ് ക്ലേശങ്ങളെ പറ്റിയുമുള്ള തോന്നലുകൾ നിരന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദാരിദ്ര്യങ്ങളെ പറ്റിയും ക്ലേശങ്ങളെ പറ്റിയുമൊക്കെ ഉള്ള തോന്നലുകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയാലേ ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് അത് അപ്രത്യക്ഷമാകത്തുള്ളൂ. പണ്ടുള്ളവർ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ദുരിതം. പഴയ പ്രയോഗങ്ങളിൽ ഒന്നാണ് ദുരിതം. ആ വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു അതിനനുസരിച്ച് ആ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. ആ വാക്ക് നമ്മളുടെ സംഭാഷണത്തിൽ നിന്ന് മാറണം. ആ ചിന്ത ദുരിതം അഥവാ ക്ലേശം എന്നുള്ളത് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ചിന്തകളിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം പിന്നെ ഉണ്ടാവില്ല. ഇത് മാത്രമാണ് പോംവഴി. നന്ദി, നമസ്കാരം.